വലുതരമെന്ന് നിർത്തിയേ ഹാലലുയ, കരങ്ങളൊന്ന് വീശിയ ഹാലലുയ, അഭിഷേകത്തോടെ ഹാലലുയ, ശക്തിയോടെ ഹാലലുയ, ഹാലലുയ. ദൈവ ആരാധനയുടെ അനുഗ്രഹം കരകവിഞ്ഞൊഴുകുന്ന നല്ല നിമിഷത്തിലേക്ക് നാം ഓരോരുത്തരും കടന്നു വരികയാണ്. 2 കൊരിന്ത്യർ 6:2 നമ്മൾ ഇപ്രകാരം പഠിക്കുന്നു. സ്വീകാര്യമായ സമയത്ത് നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ നിന്നെ ഞാൻ സഹായിക്കും. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇപ്പോൾ രക്ഷയുടെ ദിവസം. ആരാധന ദൈവത്തിൻ്റെ മഹത്വം കൊണ്ടുവരും. ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങുവാൻ ദൈവം ഇടവരുത്തും. കരമുയർത്തി പറയാമോ ഹല്ലേലൂയ? ബോധ്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ശക്തമായി ഹല്ലേലൂയ. ദൈവം ഈ രാത്രിയിൽ ചെയ്യാൻ പോകുന്ന വലിയ അടയാളങ്ങളെ കണ്ടുകൊണ്ട് വിശ്വാസത്തോടെ വലതുകരമുയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ജീവനോടെ ഹല്ലേലൂയ, ബോധ്യത്തോടെ ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ. കരങ്ങളൊന്ന് വീശി പറഞ്ഞേ ഹല്ലേലൂയ, ശക്തമായി പറഞ്ഞേ ഹല്ലേലൂയ, ബോധ്യത്തോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആരാധനയില് ദൈവത്തിന്റെ വിടുതൽ കടന്നു വരും. ആരാധനയിൽ ദൈവ ശക്തി ഇറങ്ങി വരും. നീ ഇന്ന് എവിടെയായിരിക്കുന്നോ, ലോകത്ത് എവിടെയായിരുന്നാലും നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ സാഹചര്യങ്ങളിലേക്ക് ദൈവ മഹത്വം ഇറങ്ങി വരുന്ന വേളകളാണ് അവനെ ആരാധിക്കുന്ന നിമിഷം. ആരാധന ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തും. ആരാധിക്കാൻ വന്നതുകൊണ്ട് കാര്യമില്ല. ദൈവത്തെ ആരാധിക്കണം, പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കണം. ടിവിയുടെ മുമ്പിൽ ഇരുന്നത് കൊണ്ട് കാര്യമില്ല. നിന്റെ ദൈവത്തെ നീ ഒന്നിച്ച് ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ മഹത്വം നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ ഇറങ്ങുവാൻ ദൈവം അനുവദിക്കും. കരമുയർത്തി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാക്കന്മാരുടെ പുസ്തകം 1-ാം പുസ്തകത്തിന്റെ 18-ാം അധ്യായത്തിൽ അത്ഭുതകരമായ ഒരു അനുഗ്രഹത്തിന്റെ ആരാധനയെക്കുറിച്ച് നാം കണ്ടുമുട്ടുകയാണ്, പഠിക്കുകയാണ്. കാർമേൽ മലമുകളിൽ കയറി ഒരു ദൈവമകൻ, ഒരു ദൈവദാസൻ അനുഗ്രഹത്തിന് വേണ്ടി ആരാധിക്കുകയാണ്. ഏലിയാവ് എന്ന മനുഷ്യൻ, പ്രാർത്ഥനയുടെ മനുഷ്യൻ, അവൻ കാർമേൽ മലമുകളിൽ കയറി മുട്ടുകുത്തി, മുട്ടുമടക്കി, ശിരസ് മുട്ടുകൾക്കിടയിൽ അമർത്തി അവൻ ദൈവത്തെ ആരാധിച്ചു. ഇസ്രായേൽ ദേശത്ത് നിലനിന്ന ദാരിദ്ര്യം, കൊടിയ വരൾച്ച അവസാനിക്കുന്നതിന് വേണ്ടി അവൻ ആരാധനയുടെ മനുഷ്യനായി തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഈ രാത്രിയിൽ ടിവിയുടെ മുമ്പിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ റൂമിലിരുന്നു കൊണ്ട് നീ ഒരുവൾ മാത്രമായിരിക്കാം അനുഗ്രഹത്തിന് വേണ്ടി നീ ആരാധിക്കുന്നത്. സാരമില്ല, നിന്റെ ആരാധനയുടെ വേളകളിൽ ദൈവമായ കർത്താവിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ നിനക്ക് ദർശിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏലിയാവ് 7 തവണ ദൈവത്തെ ആരാധിച്ചു. ഒരിക്കലും ആരാധന കൊണ്ട് അവൻ നിർത്തിയില്ല. ഒരുപക്ഷെ അനേകം രാത്രികളിൽ നൈറ്റ് ആരാധനയിൽ നീ പങ്കെടുത്തിട്ടുണ്ട്, ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ വിടുതൽ, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ നിറഞ്ഞിട്ടില്ല എങ്കിൽ ആരാധനയിൽ നിന്ന് പിൻവാങ്ങരുത്. ഈ രാത്രി നിനക്കുള്ളതാണ്. ഈ രാത്രി നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുവാൻ തിരുമനസ്സായിട്ടുള്ള അത്ഭുതത്തിന്റെ രാത്രിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ശക്തമായി പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രാത്രി അനുഗ്രഹത്തിന്റെ രാത്രിയായി മാറണമെങ്കിൽ ലജ്ജ കൂടാതെ നിന്റെ ദൈവത്തെ നീ ആരാധിക്കണം. ഇന്നലകളിൽ നീ മടുത്തിട്ടുണ്ടാവാം, ആരാധിച്ചും പ്രാർത്ഥിച്ചും നീ തളർന്നിട്ടുണ്ടാവാം. ഏലിയാവ് നിനക്കൊരു മാതൃകയായി മാറുകയാണ്. അവൻ 7 തവണ നിരാശനാകാതെ പ്രത്യാശയോടെ ആരാധനയുടെ മനുഷ്യനായി അനുഗ്രഹത്തിന്റെ പെരുമഴ ഇതാ ഇസ്രായേൽ ദേശത്ത് പെയ്യുവാൻ ആരംഭിക്കുകയാണ്. ഇന്ന് നിന്റെ ദേശത്ത്, നിന്റെ കുടുംബത്തിലിരുന്നു കൊണ്ട്, ഈ സമൂഹത്തിലിരുന്നു കൊണ്ട് നീ നിന്റെ ദൈവത്തെ ആരാധിക്കുമ്പോൾ അനുഗ്രഹത്തിന്റെ വലിയ കുത്തൊഴുക്ക്, അനുഗ്രഹത്തിന്റെ ചാല് സ്വർഗം തുറന്ന് വിടുതലായി, സൗഖ്യമായി സ്വർഗത്തിന്റെ കർത്താവ് ഈ രാത്രിയിലായിരിക്കും. വിശ്വസിക്കാം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നീ എവിടെയായിരുന്നാലും
TV-യുടെ മുമ്പിലിരുന്ന് കണ്ണീരോടുകൂടെ നീ ഇരിക്കുന്ന വ്യക്തിയാണോ? ലോകം കൈവിട്ടതിൻ്റെയും ശാരീരിക പീഡകളാൽ തളർന്നതിൻ്റെയും മനോവ്യാധികളാൽ നീ നെടുവീർപ്പെടുന്ന വ്യക്തിയാണോ? ആരാധനയിൽ വിടുതലുണ്ട്, ആരാധനയിൽ സൗഖ്യമുണ്ട്, ആരാധനയിൽ ദൈവശക്തി വെളിപ്പെടും. വിശ്വാസത്തോടെ നീ ആരാധിക്കുക, മടുപ്പ് കൂടാതെ നീ ആരാധിക്കുക. ഹോസിയ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 3-ാം തിരുവചനം. കർത്താവിനെ അറിയുവാൻ നമുക്ക് ഏകാഗ്രതയോടെ അന്വേഷിക്കാം. അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. നിന്റെ ജീവിതത്തിൽ നിന്ന് അവിടുന്ന് കടന്നു വരിക തന്നെ ചെയ്യും. വസന്തവൃഷ്ടി പോലെ അവിടുന്ന് നിന്റെ മേൽ അനുഗ്രഹ മഴയായി കടന്നു വരും ഈ രാത്രിയില്. അതുകൊണ്ട് എൻ്റെ ദൈവ പൈതലേ, വിശ്വാസത്തോടെ പറയട്ടെ, നീ തളരരുത്, നീ ആനന്ദിക്കണം. സെഫാനിയ പ്രവചനം 3-ാം അധ്യായം 13-ാം തിരുവചനം പറയുന്നു, സിയോൻ പുത്രി ആനന്ദ ഗാനമാലപിക്കുക, ഇസ്രായേലേ ആർപ്പ് വിളിക്കുക, ജെറൂസലേം പുത്രി പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക. കർത്താവിനെ ആരാധിക്കാൻ നമുക്ക് അടുത്ത് നിൽക്കുന്ന ആളെ, നിന്റെ അടുത്തിരിക്കുന്ന ആളെ നീ ശ്രദ്ധിക്കരുത്. ലജ്ജ കൂടാതെ ഈ രാത്രി നിന്റെ കരമൊന്ന് ഉയരട്ടെ. തമ്പുരാന്റെ മക്കളിലേക്ക് നീ എവിടെയാണെങ്കിലും ഉയരട്ടെ. വിടുതലിൽ കടന്നു വരികയാണ്. അതിരങ്ങൾ തുറന്നൊന്ന് സ്തുതിക്കാമോ? ദൈവത്തെ വിളിക്കാമോ? ഹല്ലേലൂയ, ദൈവിക വിടുതലുണ്ട്, ദൈവശക്തിയുണ്ട്. എല്ലാവരും ആരാധിക്കട്ടെ, അഭിഷേകത്തോടെ, വിശ്വാസത്തോടെ. ആരാധന കരങ്ങളടിക്കാം, താളത്തിൽ കരങ്ങളടിച്ച് ചേർന്ന് ശക്തമായി. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ വല്ലഭൻ. ഓ പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ വല്ലഭൻ. ഓ പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. യാചിപ്പിന് നാം ലഭിക്കും, അന്വേഷിക്കും കണ്ടെത്തും, മുട്ടുന്നവൻ അവൻ തുറന്നു കൊടുക്കുന്നു. വിശ്വാസത്തോടെ നമുക്ക് ആരാധിക്കാം, മടുപ്പോടാതെ ആരാധിക്കാം. യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ.